വീട് നല്ല വൃത്തിയായിട്ട് ഓർഗനൈസ് ചെയ്യാനായിട്ട് വിലപിടിച്ച ഓർഗനൈസറുകൾ വാങ്ങാതെ തന്നെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ചില ഐറ്റംസ് കൊണ്ടും ഉപയോഗിച്ച് നമ്മൾ ഉപേക്ഷിക്കുന്ന ചില ഐറ്റംസ് കൊണ്ടും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ മാസത്തിൽ നമ്മളൊരു വീഡിയോ ഇതുപോലെ നോ കോസ്റ്റ് ഓർഗനൈസർ അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്നതിൻ്റെ രണ്ടാം ഭാഗമാണ്. ഞാൻ അപർണ വിവേക് കുമാർ. എല്ലാവർക്കും ലേഡീസ് നോട്ട് പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒട്ടുമിക്ക വീടുകളിലും ധാരാളമായിട്ട് ഇത്തരത്തിലുള്ള റൈസ് ബാഗ്സ് എക്സ്ട്രാ ഉണ്ടാവുമല്ലോ. നമ്മൾ പലപ്പോഴും ഗ്രോസറീസ് പർച്ചേസ് ചെയ്യാനൊക്കെ ഇത്തരം ബാഗ്സ് റീപർപ്പസ് ചെയ്യാറുണ്ട്. എന്നാൽ നമുക്ക് വീട് ഓർഗനൈസ് ചെയ്യാനായിട്ട് ഇത്തരം ബാഗ്സ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇത് നമുക്ക് ആദ്യം തന്നെ സൈഡ് ചുരുട്ടി താഴേക്ക് കൊണ്ടുവരണം. രണ്ട് സൈഡും ഒരുപോലെ ചുരുട്ടി താഴേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇത് ഏകദേശം ഒരു നല്ല ബാസ്ക്കറ്റിന്റെ പരുവത്തിൽ നമുക്ക് കിട്ടും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള DIY ബാസ്ക്കറ്റുകൾ വീടിന്റെ പല ഭാഗങ്ങളിലും സ്റ്റോറേജ് പർപ്പസിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഫ്രിഡ്ജിന്റെ വെജിറ്റബിൾ സ്റ്റോറേജ് ട്രേയിൽ നമുക്ക് ഇതുപോലെയുള്ള റൈസ് ബാഗിന്റെ ബാസ്ക്കറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള വെജിറ്റബിൾസ് കൂടിക്കലരാതെ നമുക്ക് സെപ്പറേറ്റ് ആക്കി വെക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഗ്രോസറീസ് വാങ്ങി വെച്ചിരിക്കുന്നത് എക്സ്ട്രാ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും മറ്റുള്ള ബാസ്ക്കറ്റുകൾക്ക് പകരമായിട്ട് ഇത്തരത്തിലുള്ള ഈ റൈസ് ബാഗ് ബാസ്ക്കറ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സവാളയും ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കാനായിട്ട് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാനായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഈ റൈസ് ബാഗ് ബാസ്ക്കറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് റൈസ് ബാഗ് ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിന്റെ മുകളിലൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ റൈസ് ബാഗ്സ് നിങ്ങളുടെ വീട്ടിൽ ഇനി എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പർപ്പസും കൂടി അതും കൊണ്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാസ്ക്കറ്റുകൾ ഉണ്ടാക്കി ഫ്രിഡ്ജിനുള്ളിലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ മറ്റുള്ള ഐറ്റംസ് സ്റ്റോർ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഉപയോഗിക്കാത്ത രണ്ട് സ്റ്റീൽ പ്ലേറ്റുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു DIY ലേസി സൂസൻ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ലേസി സൂസൻ നമുക്കറിയാം കടയിൽ നിന്നൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് പൈസ ചിലവാക്കേണ്ടതായിട്ട് വരും. ഇതിപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ലേസി സൂസൻ ഉണ്ടാക്കാനായിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ നമ്മുടെ ഗോലി ഉണ്ടല്ലോ കുട്ടികൾ കളിക്കുന്ന അതിട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ അടുത്ത പ്ലേറ്റ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും മുകളിലത്തെ പ്ലേറ്റ്. അപ്പം നമുക്ക് DIY ലേസി സൂസൻ വീട്ടിൽ തന്നെ എളുപ്പമായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. നമുക്കറിയാം ഡെപ്ത് കൂടിയ ഷെൽഫുകളിൽ നമുക്ക് പുറകിലിരിക്കുന്ന ഐറ്റംസ് പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. അപ്പം അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മൾ ഇങ്ങനത്തെ ലേസി സൂസൻസ് കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പം ഇനി നമുക്കിതുപോലെ പ്ലേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 പ്ലേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ലേസി സൂസൻ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നമ്മൾ ഷെൽഫിൽ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലത്തെ ഭാഗം റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറകിലിരിക്കുന്ന ഐറ്റംസും വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് DIY ലേസി സൂസൻ ഉണ്ടാക്കാനായിട്ട് സ്റ്റീൽ പ്ലേറ്റ്സ് ഉപയോഗിക്കാം. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാത്ത സ്റ്റീൽ പ്ലേറ്റ്സ് നിങ്ങൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എടുത്ത് ഇതുപോലത്തെ ലേസി സൂസൻ ഉണ്ടാക്കി നമ്മുടെ ഷെൽഫിൽ കൂടുതൽ സ്ഥലം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ വാങ്ങുന്ന കണ്ടെയ്നേഴ്സിൻ്റെ ലിഡ് ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ആ കണ്ടെയ്നർ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ക്വയർ കണ്ടെയ്നേഴ്സ് നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് മറ്റൊരു പർപ്പസും കൂടി ഉണ്ട്. എന്താണെന്നല്ലേ, നമ്മുടെ ഷെൽഫിൽ ഇത്തരത്തിലുള്ള സ്ക്വയർ കണ്ടെയ്നേഴ്സ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലേറ്റ് ഹോൾഡർ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഷെൽഫിൽ എക്സ്ട്രാ ഒരു കമ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെ ചെറിയ ലിഡുകൾ ചെറിയ പാത്രങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ സ്ക്വയർ ഷേപ്പിലുള്ള കണ്ടെയ്നറുകളുടെ ലിഡ് ഡാമേജ് ആയതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ കടകളിൽ നിന്ന് ചില സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ബബിൾ റാപ്പിൽ റാപ്പ് ചെയ്ത് കിട്ടാറില്ലേ. മേടിക്കുന്ന സാധനം നമ്മൾ ഉപയോഗിക്കുമെങ്കിലും ഈ റാപ്പ് ചെയ്ത് കിട്ടുന്ന ബബിൾ റാപ്പ് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഈ ബബിൾ പൊട്ടിച്ച് കളിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം നമ്മൾ കളയും. അപ്പോൾ ഈ ബബിൾ റാപ്പ് നമുക്കങ്ങനെ റീപർപ്പസ് ചെയ്യാൻ നോക്കാം. നമുക്കറിയാം ഷെൽഫ് ലൈനേഴ്സ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഒത്തിരി പൈസ ചിലവാക്കേണ്ടതായിട്ട് വരും. അപ്പം അതിന് പകരമായിട്ട് നമ്മുടെ ഷെൽഫിൻ്റെ അളവ് എടുത്തതിന് ശേഷം അതേ അളവിൽ നമ്മൾ ഈ ബബിൾ റാപ്പ് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷെൽഫിൽ എക്സ്ട്രാ ഷെൽഫ് ലൈനേഴ്സ് ആയിട്ട് നമുക്ക് ഈ ബബിൾ റാപ്പ് ഉപയോഗിക്കാവുന്നതാണ്.
ഷെൽഫ് ലൈനേഴ്സ് നമുക്ക് റോളായിട്ടാണ് മേടിക്കാൻ കിട്ടുക കടയിൽ നിന്ന് മേടിക്കുന്ന സമയത്ത്. പക്ഷെ നമ്മൾ അങ്ങനെ വാങ്ങുന്ന സമയത്ത് ഒത്തിരി പൈസ നമുക്ക് എക്സ്ട്രാ മുടക്കേണ്ടതായിട്ട് വരും. ഇത്തരത്തിലുള്ള ഷെൽഫ് ലൈനേഴ്സ് നമ്മൾ ഷെൽഫുകളിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പില്ലേജസ് ഉണ്ടാകും ഷെൽഫിൽ. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഷെൽഫ് ലൈനേഴ്സ് മാത്രം എടുത്ത് പൊടി മാത്രം ഒന്ന് തൂത്ത് കളഞ്ഞാൽ മതിയാവും. ഷെൽഫ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും പൊടിയിൽ നിന്നും മറ്റുള്ള അഴുക്കുകളിൽ നിന്നൊക്കെ. ഇനി ബബിൾ റാപ്പ് കിട്ടുന്ന സമയത്ത് കളയാതെ അഴുക്കിൽ നിന്നും പൊടിയിൽ നിന്നൊക്കെ ഷെൽഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഷെൽഫിന്റെ അളവെടുത്തിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഷെൽഫ് ലൈനറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ടിഷ്യൂ പേപ്പർ ഇതുപോലെ റോളായി വാങ്ങുന്ന സമയത്ത് അതിന് നടുക്കുള്ള കോറുണ്ടല്ലോ, കാർഡ്ബോർഡിന്റെ ആ പീസ്, അത് നമ്മൾ ഉപയോഗശേഷം കളയാതെ നമുക്കതെങ്ങനെ റീപർപ്പസ് ചെയ്യാമെന്ന് നോക്കാം. ടിഷ്യൂ പേപ്പറിന്റെ റോളിലുള്ള നടുക്കുള്ള കാർഡ്ബോർഡിന്റെ പീസ് ഉണ്ടല്ലോ, അതിന്റെ കോറ്, അത് നമുക്ക് ഇതുപോലെ അയൺ ബോക്സിന്റെ വയറൊക്കെ നീളത്തിൽ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ അഭംഗി ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയറ് നമ്മൾ കറക്റ്റായിട്ട് നീളത്തിൽ ഇതുപോലെ മടക്കി എടുത്തതിന് ശേഷം ഈ കോറിനുള്ളിലേക്ക് കയറ്റി വെക്കാവുന്നതാണ്. നീളം കൂടിയ വയറുകൾ വൃത്തിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് അപ്പം നമുക്കിനി ടിഷ്യൂ പേപ്പർ റോളിന്റെ കോറ് ഉപയോഗിക്കാവുന്നതാണ്. വീടിന്റെ പല ഭാഗങ്ങളിലും ഷെൽഫുകളുടെ ഡോർ സ്പേസ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ സെൽഫ് അഡ്ഹസീവ് ഹുക്കുകൾ ഉപയോഗിക്കുന്ന കാര്യം പല വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ. സെൽഫ് അഡ്ഹസീവ് ഹുക്കുകൾ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു ഡബിൾ സൈഡ് ടേപ്പും ഒരു ക്ലോത്ത് ക്ലിപ്പും മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. നമുക്ക് എവിടെയാണോ ഒട്ടിക്കേണ്ടത് ആ ഒരു അളവിന് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സ്ഥലത്ത് ആദ്യം തന്നെ സ്റ്റിക്ക് ചെയ്ത് വെക്കണം. കിച്ചന്റെ ക്യാബിനറ്റ് ഡോറിൽ ഇതുപോലെ നമ്മൾ ഈ ഡബിൾ സൈഡ് ടേപ്പ് ആദ്യം ഒട്ടിച്ചതിന് ശേഷം അതിന്റെ ഒരു ഭാഗത്ത് ഈ ക്ലോത്ത് ക്ലിപ്പ് നമ്മൾ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ ലഞ്ച് ബാഗോ അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഈ ക്ലോത്ത് ക്ലിപ്പിന്റെ സഹായത്തോടു കൂടി ഹാങ് ചെയ്തിടാവുന്നതാണ്. അടുക്കളയിൽ ഉപയോഗിക്കുന്ന കിച്ചൺ ടവൽസ്, അതുപോലെ നമ്മൾ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന കിച്ചൺ ക്ലോത്തുകളൊക്കെ നമുക്ക് സ്റ്റൗവിന് അടുത്ത് തന്നെ ഓർഗനൈസ് ചെയ്തിടാനായിട്ടും ഈ ഒരു സംവിധാനം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പല വീടിന്റെ അടുക്കളകളിൽ നമുക്ക് ഇതുപോലത്തെ ഹാൻഡ് ചോപ്പർ ഉപയോഗിക്കുന്നുണ്ടാവും. എന്നാൽ ഇതിന്റെ സ്ട്രിങ് പൊട്ടിപ്പോയതിനു ശേഷം നമ്മൾ ഈ ചോപ്പർ കൊണ്ട് വേറെ ഉപയോഗമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉപേക്ഷിക്കാറാണ് പതിവ്. ഇതുപോലെ സ്ട്രിങ് പൊട്ടിപ്പോവോ സൈഡിൽ ചെറിയൊരു ഡാമേജ് സംഭവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ചോപ്പർ നമുക്ക് റീപർപ്പസ് ചെയ്യാം. കണ്ടില്ലേ? അപ്പൊ ഇതുപോലെ നമുക്ക് നല്ല നല്ല ചെടികൾ നടാനൊക്കെ എക്സ്ട്രാ ഒരു ഫ്ലവർ പോട്ടായിട്ട് നമുക്ക് ഇതുപോലത്തെ ചോപ്പറിന്റെ ഈ താഴെയുള്ള ഭാഗം ഉപയോഗിക്കാവുന്നതാണ്. ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പൊ ചെറിയ ഡാമേജ് ഒക്കെ സംഭവിച്ച സ്ട്രിങ് ചോപ്പറുകൾ നിങ്ങൾ കളയാതെ ഇതുപോലെ ഫ്ലവർ പോട്ടായിട്ട് ഉപയോഗിച്ച് നോക്കൂ. കടയിൽ നിന്ന് നമ്മൾ ഫുഡ് പാഴ്സൽ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ടേക്ക് അവേ കണ്ടെയ്നേഴ്സ് കിട്ടാറുണ്ട്. അപ്പോൾ കണ്ടെയ്നറുകൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇതിനു മുമ്പ് നോ കോസ്റ്റ് ഓർഗനൈസറിന്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഈ കണ്ടെയ്നറിന്റെ ലിഡ് നമുക്ക് എങ്ങനെ റീപർപ്പസ് ചെയ്യാമെന്നാണ്. വീടിനകത്തും അതുപോലെ ബാൽക്കണിയിലൊക്കെ നമ്മൾ ചെടിച്ചട്ടി വാങ്ങി വെക്കുന്ന സമയത്ത് അതിനടിയിൽ നമ്മൾ ബേസ് ട്രേ വാങ്ങി വെക്കാറില്ലേ, വെള്ളം കളക്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള കണ്ടെയ്നർ ലിഡുകൾ ഉപയോഗിക്കാവുന്നതാണ്. എക്സ്ട്രാ നമ്മൾ ബേസ് കടയിൽ നിന്ന് പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ വാങ്ങി വെക്കുന്നതിന് പകരമായിട്ട് ഈ കണ്ടെയ്നർ ലിഡുകൾ നമുക്ക് ഉപയോഗിക്കാം. കുറച്ച് വെള്ളമൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൽ കളക്ട് ചെയ്തെടുക്കുന്നതാണത്. ചായക്കപ്പ് നമ്മൾ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ മറ്റുള്ള ഫർണിച്ചറുകളിലൊക്കെ വെക്കുന്ന സമയത്ത് താഴെ കറയാവാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് കോസ്റ്റർ വാങ്ങി ഉപയോഗിക്കാറില്ലേ. ഈ ഒരു കോസ്റ്ററിന്റെ പർപ്പസും ഇതുപോലെയുള്ള ചെറിയ ലിഡുകൾ കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ആവശ്യമെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ലിഡുകൾ നല്ല കളറുള്ള കടലാസുകൾ കൊണ്ട് പൊതിഞ്ഞൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കാണുമ്പോൾ കുറച്ചും കൂടി പ്ലീസിങ് ലുക്കും ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൈസ മുടക്കാതെ വീട് ഓർഗനൈസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കാം, നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന ചില ഐറ്റംസ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട് പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.